ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്ത് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോത്. ലെറ്റ്സ് വെൽക്കം ബിജുകുട്ടൻ. ഒളിമ്പ്യൻ മ്യൂസസ് വൈറൽ വൈബ്സ്. സ്വാഗതം once more. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വീസ്റ്റാർ ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലയിൽ. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്താൻ പോകുന്നു ജുഗ്നു ആൻഡ് സുമേഷ്. ജുഗ്നു ഇവിടെ നേരത്തെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡൻസിനെ കൊണ്ട് ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് നേരതായി ഈ വേദിയിലോട്ട് പ്രൊമോഷൻ ആയിരിക്കുകയാണ്. അതെ, വെൽക്കം. അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ? കാർമൽ കോളേജ് മാള. അപ്പൊ ആരൊക്കെ ലിസ്റ്റിലുള്ളത്? പി മാധുരി, വാണി ജയറാം, എസ് ജാനകി. ആഹാ, കലക്കം. സുമേഷ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആരൊക്കെയായിരുന്നു സുമേഷ്? അന്ന് കമൽഹാസൻ സാറ്, ഉമ്മൻചാണ്ടി സാറ്, ലാൽ ജോസ്, ശങ്കരാടി. 5 സ്റ്റാർ ആയിരുന്നു അന്നത്തെ 5 സ്റ്റാർ സമയത്ത്. അപ്പൊ ഇന്ന് ആരൊക്കെയാ? ഇപ്രാവശ്യം പ്രേം നസീർ സാറ്, കമൽഹാസൻ സാറ്, സൈജു കുറുപ്പ്. കമൽഹാസനെ വിട്ടുള്ള കളിയില്ല അല്ലേ? അപ്പൊ നമുക്ക് സുമേഷ് തുടങ്ങാം. പറയൂ സുമേഷ്. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ആഹാ, വിജയ്. എല്ലാവർക്കും വണക്കം. ഞാൻ വിജയ് പേசுறேன். ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ട്. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. വിജയ് കാന്ത് എന്ന് വിചാരിച്ചല്ലേ? ഓക്കെ, ജുഗ്നു പറയൂ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ആഹാ, മോളി കണ്ണമാലി. എന്തിനു പറയാനാ, എനിക്കൊന്നും പറയാനറിയില്ല. ടീച്ചോ എന്തെങ്കിലും ഈ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഒരാള് വന്നു ഇവിടെ. കലക്കി ജുഗ്നു, കലക്കി ടീച്ചോ. നമ്പർ സുമേഷ്. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ആഹാ, സണ്ണി ലിയോണി. സണ്ണി ലിയോണി ആരാണ്? എന്താ ചെയ്യണേ അവര് സിനിമാ നടിയാണ്. MM രാഗിണി എന്നൊരു സിനിമ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടതാ. നല്ല പടാ. ശബ്ദം നമ്മുടെ കൊച്ചിയിലൊന്ന് വന്നാണല്ലോ. അപ്പൊ ഞാൻ കണ്ടില്ല. നമ്മള് അവിടെ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ എന്റെ കൈ പിടിക്കണെന്തിനാ? ഞാൻ കണ്ടില്ല. അതല്ല, ഞാൻ കണ്ടില്ല. ഞാനേ കണ്ടുള്ളൂ. എന്താണെന്നറിയാമോ, അവിടെ ചെന്നിരുന്ന് കാണാൻ പറ്റില്ല, അത്രയ്ക്കും ജനക്കൂട്ടുകാരുന്നു അവിടെ. അല്ല ബിജേട്ടാ, ഞാൻ മൂവാറ്റുപുഴ വർക്ക്ഷോപ്പാ. അപ്പൊ എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് അങ്ങനെ മറ്റു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതൊന്നും കേക്കണ്ട, എനിക്ക് സൗണ്ട് കേട്ടാ മതി. സൗണ്ട് കേൾപ്പിക്കാം. ഹായ് മലയാളീസ്. അത് മതി. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. കുഴപ്പമില്ല കേട്ടോ, ട്രൈ ചെയ്തില്ലേ? ജുഗ്നു നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആ, ജാനകിയം ലിസ്റ്റിലുള്ള ആളാണ് അല്ലേ? പാടി കഴിഞ്ഞാൽ ടെൻഷനിനെ നെടുവേർപ്പിട്ടുകളല്ലേ? അസലാടി കേട്ടോ, അസലാടി പാടി കേട്ടോ. സുമേഷ് അതിനിടയ്ക്ക് എനിക്ക് ഇവിടെ കമലഹാസൻ കയറി പാടാൻ നോക്കിയില്ലേ? ഓക്കെ, ലാസ്റ്റ് നമ്പർ. ഓക്കെ, നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9.
കമൽഹാസ്. கடவுள் பாதி மிருகம் பாதி கலர்ந்து செய்த கலவை நாம். விளைய மிருகம் உள்ளே கடவுள் விளங்க முடியா கவிதை நாம். ஏய், ஒரு இன்றைய அடிக்கிறத வெள்ளக்கார பொம்மையாயிருந்தாலும் பார்த்துக்கிட்டு பொறுமையா இருக்க முடியாது. உன் ஜாதி மதம் நீ சிவப்பா கரப்பா ஒன்றுமே எனக்கு தெரியாது. நான் உன்னை கல்யாணம் செஞ்சுக்கிறேன். இந்த இந்தியன் மண்ணுமான சத்தியமா சொல்றேன், நான் உன்னை கல்யாணம் செஞ்சுக்கிறேன். സൂപ്പർ. ഓക്കെ, ജുഗ്നുവിന്റെ ലാസ്റ്റ് നമ്പർ. നമ്പർ 16. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 16. ജനാർദ്ദൻ. തല്ലി ഒടിക്കടാ അവന്റെ കാല്. അസമയത്തുള്ള ഈ അമിതാഭിനെയും കാണിച്ച് എന്നേക്കുമായി തണ്ടൽ ഉളുക്കി കിടക്കയിൽ വീണാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഓക്കെ, രണ്ടുപേരുടെ നമ്പറുകളായിരുന്നു. പ്രജോട്ടാ പ്ലീസ് കം. അപ്പോ ഇനി സുമേഷിന്റെ ലിസ്റ്റിൽ രണ്ടുപേരും കൂടി ഉണ്ട്. പ്രേം നസീർ സാറും സൈജു കുറുപ്പ്. അപ്പൊ അത് കേൾക്കാം. നമ്മെ മനസ്സിലായില്ല അല്ലേ? നാമാണ് ഹാരേക്കാട്ടമ്പാടി തമ്പാൻ. പണ്ട് പണ്ടേ നാട് വിട്ടുപോയ ഈ നാട് വാഴേണ്ടിയിരുന്ന ഉദയനൻ തമ്പുരാൻ. എനിക്ക് വേണ്ടത് നിന്നെയല്ല, കമ്മാറിനെയല്ല, കുറുപ്പിനെയല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്, എന്നെ ചതിച്ച എൻ്റെ സ്വന്തം ചോരയെ. താങ്ക് യു. സൂപ്പർ. അപ്പൊ ഇനി സൈജു കുറുപ്പ്. സൈജു കുറുപ്പ്. ഷോജോട്ടോ, ഇതെനിക്ക് പറ്റുമെന്ന് തോന്നില്ല ഷോജോട്ടോ. നിങ്ങൾ പിങ്കേറെ കാട്ടിൽ വിട്ടിട്ട് പോരാതിരിക്കാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ഉമ്മാണ് ഞാൻ കോഴിക്കുഞ്ഞിനെ പോലും ഓർത്തിട്ടില്ല. അയ്യോ. സൂപ്പർ. ജുഗ്നു പി മാധുരി. ഏളവത്തൂര് കായലിന്റെ കരക്കല്ലുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളു മുറുക്കി പൊളിയാടുക്കണ നേരം കൊടപ്പന്നയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ. വീണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ. കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിനുള്ളില് വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാരി. കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും പഠിച്ച കള്ളൻ പനി പറ്റിച്ചടി കുടുങ്ങിപ്പോയടി ഞാരി. അടുത്തത് അടുത്തത് ആ ഇവിടെയുള്ള ആ ടെൻഷനൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനൊരു ഉഗ്രം കൈഡ് കൊടുത്താൽ ആ ടെൻഷനൊക്കെ ഒന്ന് മാറി. വാണിജ്യം. മനസ്സിൻ മടിയിലെ മാന്തളിൽ മയങ്ങും മണിക്കുരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിൽ മയങ്ങും മണിക്കുരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയേ നീ തനിയെ പോവുകയോ. വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മായ്ക്കുവാൻ അങ്ങകലെ നിന്നു നിന്നും നീ പുണർന്നൊരു താരകം. പ്രജോട്ടാ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും? ഇതിനെ സത്യത്തിൽ ഇവർ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്. കാര്യം ഓഡിയൻസ് നല്ല ആൾക്കാരാണെങ്കിൽ നമ്മൾ പെർഫോമൻസ് പകുതി ചെയ്താൽ മതി അല്ലേ. പിന്നെ ആദ്യം ഞാൻ സുമേഷിലേക്ക് വരാം. സുമേഷ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 സ്റ്റാർസിൻ്റെ അടുത്ത് 3 സ്റ്റാർസും ഗംഭീരമായിരുന്നു. പക്ഷേ അനുകരണത്തെക്കാൾ ഉപരി
കമലഹാസൻ സാറും നമ്മുടെ സൈജു കുറുപ്പൻ രണ്ടുപേരുമായിട്ട് നിങ്ങൾ ജീവിക്കുകയായിരുന്നു. അത്ര പെർഫെക്റ്റ് ആണ്. താങ്ക് യു. കാരണം കമലഹാസൻ നമ്മുടെ ഇവിടെ പലരും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം 300 എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർ വന്ന് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ പെർഫെക്ഷൻ കണ്ടിട്ടാണ് ആൾക്കാർ കൈയടിക്കുന്നത്. അപ്പോൾ കമലഹാസൻ അസാധ്യമായിട്ട് ചെയ്തു. പിന്നെ സൈജു കുറുപ്പ് അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വേറൊരു ഡയലോഗാണ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഡയലോഗ്സ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. അതുപോലെ ജുഗുനുവിന്റെ ടെൻഷൻ ഒന്നും മാറ്റിയാൽ മതില്ല. ചെറിയൊരു പേര് അമ്മയുടെ ആങ്ങള അദ്ദേഹത്തിന്റെ പേരെന്താ? ജയൻ. നല്ല പേര് പുള്ളി എടുത്തിട്ട് നമുക്ക് വേറെ മക്കളുടെ പേരെന്തൊക്കെയാ? അജയ്. കണ്ടില്ലേ? പേരൊക്കെ ജുഗുനു എന്തായാലും പേരാണ് കേട്ടോ. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാണിയമ്മയായിരുന്നു കേട്ടോ. വാണിയമ്മ അത് തകർത്ത് കളഞ്ഞു. പിന്നെ എസ് ജാനകിയമ്മ. വിജയടാ, ജുഗുനു, സുമേഷ് രണ്ടുപേരും പൊളിച്ചിട്ടാ. ജുഗുനു നേരത്തെ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് സംസാരിച്ചിരുന്നല്ലേ? അപ്പം തന്നെ ഞങ്ങൾക്ക് തോന്നി ഒരു കലാകാരി എന്തായാലും ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത്. ഇത് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് പാടിയിട്ട് 3 ഗായകന്മാരും അടിപൊളിയായിട്ട് നന്നായിട്ട് പാടി. നല്ല വോയിസ് ആയിരുന്നു, അവരുടെ കറക്റ്റ് വോയിസ് തന്നെയായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നേട്ടാ. സുമേഷ് അല്ലേ? നന്നായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു കമലഹാസൻ സാറിന്റെ ഇവിടെ പലരും എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇരുത്തിയുള്ള സൗണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇത് ലൗഡായിട്ടുള്ള സൗണ്ട് ആയിരുന്നു. കമലഹാസൻ സാറിന്റെ ഭയങ്കര ലൗഡായിട്ടുള്ള ശബ്ദമായിരുന്നു. അത് കറക്റ്റ് വോയിസ് ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കി 2 ശാലം എനിക്ക് തോന്നുന്നു നമ്മുടെ സൈജു, എൻ്റെ ദൈവം ഒരു രക്ഷയില്ലട്ടാ. ആട് 1 അല്ലേ ഡയലോഗായിരുന്നു. ഈ സൈജുവിന്റെ പല ഈ ചിരികൾ ഇപ്പൊ ഈ നമ്മുടെ നമ്മുടെ കൊച്ചു TV എന്നൊക്കെ പറഞ്ഞ TV-ലൊക്കെ വരുന്നുണ്ട്. പല ക്യാരക്ടേഴ്സും അതേ സൗണ്ട് കൊടുത്തിട്ട് ഈ ചിരി കരച്ചിലില്ല പൊട്ടിപ്പൊട്ടിയുള്ള അത് വളരെ മനോഹരമാണ്. അല്ല ഒരു ഡൗട്ട്, വീട്ടിൽ ഇരുന്ന് അതാണ് കാണുന്നത്. അപ്പൊ അല്ലല്ല ഫ്ലവേഴ്സ് TV ഉണ്ട്, അല്ലല്ല കൊച്ചു TV ആണ്. ഞാൻ പറയാം, കാർട്ടൂണുകള് ഇപ്പൊ വലിയ ആളുകൾ കാണാത്തവര് കുറവ് തന്നെയാണ്. കാരണം പിള്ളേർക്ക് അതാ ഇഷ്ടം. പിള്ളേരുടെ ഇഷ്ടമാണ് നമ്മള് സാധിച്ചു കൊടുക്കണത്. മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ കാർട്ടൂൺ കാണാറുണ്ടാവും എല്ലാവരും. കാരണം ഇഷ്ടമായിട്ടല്ല, അത് പിള്ളേരുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ട് എന്തായാലും നന്നായിട്ട് 3 സ്റ്റാറുകൾ നന്നായിട്ടാ. ഓൾ ദ ബെസ്റ്റ്. പ്രജോട്ടാ, ഇവർക്ക് 2 പേർക്കും വേണ്ടി വണ്ടർലയിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള കേട്ടോ. പ്രജോട്ടാ, 2 പേരെയും നേരെ കലാലോകത്തിലേക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലയിൽ. ഇനി അടുത്തത് സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റുമായി ഉത്സവവേദിയെ ഞെട്ടിപ്പിക്കാനെത്തുന്ന കളരി സംഘം CVN കളരി, പുത്തൂർ, പാലക്കാട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ കളരി സംഘം കൂടിയാണ് CVN കളരി, പുത്തൂർ. മുരളീധരൻ ഗുരുക്കളുടെ കീഴിൽ കളരി അഭ്യസിക്കുന്ന സംഘാംഗങ്ങളിൽ പലർക്കും സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 45 വർഷത്തെ അനുഭവ പരിചയവുമായി തിളങ്ങി നിൽക്കുന്ന മുരളീധരൻ ഗുരുക്കൾക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അഖിലേന്ത്യാ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കരുത്തുറ്റൊരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി യാത്ര തുടരുന്ന CVN കളരിയിലെ യോദ്ധാക്കളെ കോമഡിയുടെ കളരിമുറ്റത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.
PMBB നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചതിന് താങ്ക്സ് അലോട്ട്. കാരണം ദേ ടോട്ടലി ഡിസേർവ് ഇറ്റ്. അത്ര കണ്ട് ഈ കാണിച്ചതിന്റെ ആവേശവും കാണിച്ചുപയോഗിച്ച് എല്ലാം തന്നെ വളരെയധികം യഥാർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ യൂസ് ചെയ്തത്. ദയവ് ചെയ്ത് ഇത് കണ്ടിട്ട് ആരും തന്നെ വീട്ടിൽ ഇത് ആരും തന്നെ ഇമിറ്റേറ്റ് ചെയ്യരുത്. കാരണം ഇവർക്ക് വളരെയധികം പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ ഇത് വീട്ടിൽ കണ്ടിട്ട് അനിയൻ്റെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് സാധ്യത. ആരാണ് ഞങ്ങളുടെ കൂടെ നമ്മുടെ സീനിയറായ അമിതേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അമിതേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? പാലക്കാട് CVN കളരി അല്ലേ? ഇപ്പൊ പാലക്കാട് CVN കളരി. അപ്പൊ ഇവിടെ ഈ ട്രെയിനിങ് അല്ലാണ്ട് ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇതേപോലെ വേദികളിൽ പോയി പെർഫോം ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലേ? ഈ രീതിയിൽ തന്നെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് നാഷണൽ കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓ, പക്ഷെ അത് ഗംഭീരമായി. നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങൾക്ക് വേറെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി വന്നു. പറഞ്ഞോട്ടാ, ഇതിനെ പാലക്കാട് CVN കളരി. നിങ്ങൾക്ക് ഇരുന്നല്ല എഴുന്നേറ്റ് അതൊരു കൈയ്യടി വരാം. അത്രയ്ക്ക് പ്രൊഫഷണൽ. നമ്മളെ ഈ ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഇതിവിടെ കണ്ടു. കാര്യം കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടെൻഷൻ അടിച്ചൊരു സെക്ഷൻ കാണുന്നത്. നമ്മൾ ഈ വാള് കൊണ്ടുള്ള അംഗമൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മളിത് ഇങ്ങനെയുള്ളൊരു പ്രകടനം നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത് വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ആയിട്ട് നിങ്ങൾ വെട്ടുകയാണ്. ഒരു ടൈമിംഗ് മാറിപ്പോയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ എടുത്തു പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷനാണ് എടുത്തൊരു കൈയ്യടി തന്നെ. കാരണം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാൽ മതി. അതുപോലെ ഉറുമി കറക്കുക, അത് ഒരാൾ വന്നിട്ട് രണ്ട് സൈഡിൽ നിന്നാണ് കറക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡിലെ കറക്കൊക്കെ തന്നെ കണ്ട് നമ്മൾ പേടിച്ചായിരിക്കുന്നത്. അത് എല്ലാം ചുരുക്കുക, എല്ലാം വളരെ ഗംഭീരമായിട്ട് നിങ്ങളുടെ മെയ്വഴക്കം, നിങ്ങളുടെ എന്താ പറയുക ആകാരപടി. അതുപോലെ എനിക്ക് ഏറ്റവും അധികം അത്ഭുതം എന്ന് പറയുന്നത് മോൻ വന്നിട്ട് കാല് വൈഡ് ചെയ്തിട്ട് അവനൊരു സ്പ്ലിറ്റ് അല്ലേ? അതെ അതെ. അപ്പോൾ പലരും പറയും പിള്ളേർ വണ്ണമുണ്ട്, അവർ ശരീരം അനങ്ങില്ല എന്നൊക്കെ പറയും. അവർക്കെല്ലാം ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ മോൻ്റെ പേരെന്താണ്? മോൻ്റെ പേര് വരുൺ രാജ്. അടിപൊളിയായിരുന്നു വരുൺ രാജ്. എല്ലാവരും ഗംഭീരമായിരുന്നു. CVN കളരിയിലെ കളരിയുടെ ഒരുപാട് പേര് കേട്ട കളരിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ബഹുമാനപൂർവ്വം കേട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അരങ്ങ് തകർത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കോമഡി ഉത്സവത്തിൻ്റെ പേരിൽ ഒരു നന്ദി. മക്കളെ എന്നല്ല വിളിക്കേണ്ടത്, ഗുരുക്കന്മാരെ. ഗുരുക്കളാ ശരിക്കും പറഞ്ഞല്ലേ. ഈ കളരി പറഞ്ഞോട്ട് എണ്ണം തികഞ്ഞ പ്രകടനം. അത് ഓരോരുത്തരും നമുക്ക് എടുത്തു പറയേണ്ട വരും. ഒരാൾ പോലും മോശമല്ല ഇതിനകത്ത്. കൊച്ചു പയ്യൻ വരെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്നല്ല, ഭയങ്കര ഭയാനകമായിരുന്നു ഇവിടെ. നമുക്ക് ഭയങ്കര പേടിയായി. കാരണം ഇത്രക്ക് ഞാൻ ഈ കളരിയൊക്കെ കരാട്ടെ കളരി എന്നൊക്കെ പറഞ്ഞ പ്രദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പോയി നോക്കിക്കാറുണ്ട്, നമ്മളെല്ലാവരും നോക്കിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്രയും ഭയാനകമായിട്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ പറഞ്ഞിട്ട് തന്നെ ഈ ഉറുമി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു 2 പൊസിഷനിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ വരെ വരുള്ളൂ. പക്ഷെ നിങ്ങൾ അടുത്തും തിരിഞ്ഞും അടുത്ത് 3 പേര് കറങ്ങല്ലേ. നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് അങ്ങോട്ട് നീങ്ങിയാലും ഇങ്ങോട്ട് വന്നാലും ഈ ലെങ്ത്തിൻ്റെ പ്രശ്നം വരില്ലേ. കാരണം ഇങ്ങോട്ട് നീണ്ടു പോകില്ലേ. അതൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് ചെയ്തത്. എനിക്കത് തന്നെയല്ല, ആദ്യം തന്നെ മറ്റേ വാൾപ്പയറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ട്. കാരണം ഇയാൾ മുടി സ്ട്രൈറ്റ് ചെയ്തതിൻ്റെ വലിയ കണ്ണിലോട്ട് വീണ് കിടക്കണം. എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു. പക്ഷെ നമുക്കിവിടെ നമുക്ക് ഒരു പേടി. കാരണം നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ, മറ്റേ ആളെ മേത്ത് കൊള്ളൂ. പക്ഷെ അതൊന്നുമില്ല, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. പാൻഡിൽ വരെ ചോരയൊക്കെ അത് നേരത്തെ ചോരയാണ്. അതെ, ശരിക്കും ഈ ചോര പൊടിയുന്നത് ശരിക്കും പറഞ്ഞ ഐശ്വര്യത്തിന്റെ ലക്ഷണമെന്ന് പറയണത്. അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. കാരണം അല്ലേ, ആയുധം എടുത്ത ചോര പൊടിയണം. അല്ല, കളരിയിലുള്ള ഒരു വാക്കാണ് അതല്ലേ? അതെ അതെ അതെ. അതും ഇത്രയും വലിയൊരു വേദിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് ചോര പൊടിയാന്ന് പറഞ്ഞാൽ അത് ഐശ്വര്യം തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്തായാലും കലക്കി സംഭവത്തിന് ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് നമ്മളെല്ലാവരും തന്നെ ഇവിടെ PMBB ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്ര കണ്ട് ഭയങ്കര എൻട്രോളിങ് പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. കളരിയിലുള്ള എല്ലാവരും ചേർന്ന് വണ്ടർലായിൽ പോവുക, വണ്ടർലായിൽ പോയി അടിച്ചു വിളിക്കുക കേട്ടോ. അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നിങ്ങളിപ്പോൾ അഡ്വഞ്ചർ ഉണ്ട് ഓൾറെഡി, എന്നാലും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അതും എൻജോയ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും. താങ്ക്സ് a lot for coming കേട്ടോ. താങ്ക് യു. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വീസ്റ്റാർ ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലായിൽ ഇനി സ്പോട്ട് ഡബിംഗ് വരുന്നു സുഭാഷ്. സുഭാഷ്, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? പരിപാടി ഡിസംബർ ആയ സീസണാണ്. ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ഇന്ന് ആർക്ക് വേണ്ടിയാ സ്പോട്ട് ഡബ് ചെയ്യണം? ഇന്ന് 8 താരങ്ങളുടെ ശബ്ദം ചെയിനായിട്ട് ചെയ്യാണ്. ആഹാ, കലക്കി. ഓക്കെ, താങ്ക് യു. അപ്പോ വിഷ്വൽ ഇവിടെ തരാം, സ്പോട്ടിലോട്ട് പോയിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഡു നോട്ട് ഷൗട്ട്. കുട്ടികൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവരോട് ആക്രോശിക്കരുത്.
നേരെ മറിച്ച് അവരെ ആദ്യം ചെയ്യേണ്ടത് കെട്ടിപ്പിടിക്കുക, അവരെ ഹഗ് ചെയ്യുക. അതിനുശേഷം അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക, സ്നേഹപൂർവ്വം അവരെ ഉപദേശിക്കുക. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. എത്രയാ? 48 മണിക്കൂറല്ലേ? അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ ചെയ്യും. അവരുടെ കല്യാണം ഞാൻ നടത്തും, അവൻ്റെ കൺമുന്നിൽ വെച്ച് നടത്തും. അതവൻ കാണണം, കണ്ണീര് കുടിക്കണം, ആയുഷ്കാലം മുഴുവനും അവൻ നിങ്ങളെ ശപിക്കണം. പണ്ടേ വലിയ വാശിക്കേറിയ ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ 2 പെങ്ങന്മാരെയും ഞാൻ വളർത്തിയത്. ഒരാൾ പോയി, ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു, എന്നെ ഒറ്റക്കാക്കിയിട്ട്. മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ? മരുമോളാകാൻ വേണ്ടി മന്ത്രം കൂടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എൻ്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത്. തൻ്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? ഇന്നലെ രാത്രിയില് എന്റെ ഓഫീസിന്റെ താഴെ കുത്തി തുറന്ന് ആരോരാളകത്ത് കയറി കുറച്ച് കാശ്, ഒരു ബോട്ടിൽ ബിസ്കി, ഒരു പാക്കറ്റ് സിഗരറ്റ്, ഇത് 3ഉം കാണാനില്ല. തെറിയും കണ്ണാ, ആനക്കാട്ടിൽ ഈ പച്ചൻ പൊള്ളാനാം. ഇപ്പിടിത്താൻ റോഷക്കാരനായിരിക്കണം, ഇപ്പിടിത്താൻ ആൺപൊള്ളിയായിരിക്കണം, ഉന്നമാതിരി. ഏയ്, എപ്പോ നീ വീട്ടിക്ക് വന്നിട്ടിയോ എൻ പുള്ളേ മാതിരിടാ. ആരും ചൂടാവരുത്. ഈ കുട്ടി ഒരു കാമുകിയാണ്, ഇതിന്റെ കാമുകൻ വന്നിട്ടില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കണം. സൈലന്റ് ആയിട്ട് വന്ന് ഞെട്ടിച്ചിട്ട് പോയി സുഭാഷ്. സുഭാഷ് ഗംഭീരം എന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീരമായിരുന്നു സുഭാഷ്. താങ്ക് യു പ്രചോദേട്ടാ. ഇവിടെ നമ്മൾ സ്പോട്ടപ്പ് ചെയ്യുന്ന ഒരു നടന്റെ 8 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നടന്റെ പല കഥാപാത്രങ്ങൾ ചെയ്തു. ഇത് 8 പേരെ, വ്യത്യസ്തമായിട്ടുള്ള 8 പേരെയാണ് അനുകരിച്ചിരിക്കുന്നത്. അത് എന്താ പറയുക, നമ്മൾ ആദ്യം തൊട്ട് ഇതിന്റെ സെലക്ഷൻ ഭയങ്കരമായിരുന്നു. കാര്യം മുതുകാട് സാറ് തുടങ്ങി, നമ്മുടെ NN പിള്ള സാറ്, അങ്ങനെ എല്ലാം വന്ന് ഓരോരുത്തരെയും വളരെ പെർഫെക്റ്റ് ആയിട്ട് സുഭാഷ് ഇവിടെ ഞെട്ടിച്ചു. കാര്യം ഇതിനു മുമ്പ് നമ്മൾ ഈ 150 പേരെയൊക്കെ അനുകരിച്ചിരിക്കുന്നത് നമ്മൾ ഫോട്ടോ ഇട്ട് സൗണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഡബ്ബി എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു സുഭാഷ്. ഓൾ ദ ബെസ്റ്റ് സുഭാഷ്. താങ്ക് യു. സുഭാഷേ, കിളിക്കട്ടൻ. താങ്ക് യു വിജിക്കുട്ടൻ സാർ. കിളിക്കട്ടൻ ഡബിങ് ആയിരുന്നതാ. പറഞ്ഞ പോലെ തന്നെ നമ്മള് ചെയിൻ സോങ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ചെയിൻ ഡബിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണണം, കേൾക്കണമാണ്. അത് എന്താ പറയാ, ഒരാൾ പോലും ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഒന്നും മോശം പറയാനില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് ലാലു അലക്സ് ചേട്ടൻ പേഴ്സണലായിട്ട് പറയാന്ന് പറഞ്ഞാൽ തമാശ രീതിയിൽ പറഞ്ഞു, പക്ഷേ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡയലോഗാണ്. നമുക്കത് കറക്റ്റ് ഇവിടെ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയത്. അതുപോലെ വിനോദ് ചക്രവർത്തി, അയ്യോ എല്ലാം അടിപൊളിയാന്നിട്ടാ, ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ 1, 2, 3 നമ്മൾ പോകില്ലേ, അതേപോലെ തന്നെ ആ വേരിയേഷൻ കറക്റ്റ് ആയിരുന്നു. 100-ൽ ചെന്ന് അവസാനിച്ച് കറക്റ്റായിട്ട് എല്ലാം ഗ്രാൻഡ് ആയിരുന്നു. ഓക്കെ താങ്ക് യു മിഥുൻ ചേട്ടാ. ഞാൻ 4ാമത്തെ തവണയാണ് ഇവിടെ വന്നത്. അപ്പൊ ഇതുവരെ ഞാൻ എൻ്റെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല, പറയാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി തുറയൂർ പഞ്ചായത്തിലെ പാലച്ചുവട് ഇടഞ്ഞകടവ്. അവിടെയുള്ള എല്ലാവർക്കും കേട്ടോ അഭിമാനത്തോടെ പറയാം സുഭാഷ് നിങ്ങളുടെ നാട്ടിൽ നിന്നാണെന്ന്. സുഭാഷിന് ഒരു സമ്മാനം, വണ്ടർലയിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വേണം തിരിച്ച് പയ്യോളിയിലോട്ട് പോകാനായിട്ട് കേട്ടോ. താങ്ക് യു മിഥുൻ ചേട്ടാ. എല്ലാവരും നല്ലൊരു കൈഡി. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലയിൽ വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. നെഹ്റു ചരിത്രം ഓട്ടൻതുള്ളലിലൂടെ അവതരിപ്പിച്ച് വിദ്യാർത്ഥികളുടെയും സോഷ്യൽ മീഡിയയുടെയും പ്രിയപ്പെട്ട ടീച്ചറായി മാറിയ വനിതാ രത്നം ഉഷ MV. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ അധ്യാപികയാണ് ഉഷ. ശിശുദിനത്തിൽ ചാച്ചാജിയെ പറ്റിയുള്ള അറിവുകൾ ഓട്ടൻതുള്ളലിലൂടെ കുട്ടികൾക്ക് പകർന്നുകൊടുത്ത ഈ അധ്യാപികയെ നവസമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുറം ലോകമറിഞ്ഞത്. പഠിച്ച അതേ വിദ്യാലയത്തിൽ തന്നെ ജോലി നോക്കുന്ന ഉഷ ടീച്ചർ തന്റെ കുട്ടികളുടെ മനസ്സിലേക്ക് രസകരമായ രീതിയിൽ പഠന വിഷയങ്ങൾ എത്തിക്കാനുള്ള സദുദ്ദേശത്തോടെയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിയത്. കോമഡി ഉത്സവ വേദിയിലേക്ക് ഉഷ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ടീച്ചറിന്റെ പെർഫോമൻസ് നിങ്ങൾ എല്ലാരും കണ്ടതാണല്ലോ അല്ലേ? തുള്ളൽ ശൈലിയിൽ നെഹ്റുവിന്റെ ജീവിതകഥ അല്ലേ ടീച്ചർ? ഈ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ടീച്ചർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എത്ര അടുത്ത് അത് സ്പ്രെഡായെന്ന് മാത്രമല്ല എത്ര പേര് ആ കഥ അറിഞ്ഞു എന്നുള്ളതാണ്. പല കാര്യങ്ങളും പഠിക്കാൻ പറ്റൂല, അതിനകത്ത് മുഴുവൻ ട്രിവിയ ആണല്ലോ അതിനകത്ത് കൊടുത്തേക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താ ടീച്ചർ? ശിശുദിനം കുഞ്ഞു മക്കളുടെ ദിവസമാണ്. തീർച്ചയായും. അപ്പൊ അവര് ചിരിക്കണം, അവര് സന്തോഷിക്കണം, ആർത്ത് ചിരിക്കണം. അത് മാത്രം ഉദ്ദേശം. അതിലൂടെ അവരറിയാതെ അവരെ കുഞ്ഞു മനസ്സിലേക്ക് ഇത്തിരി അറിവുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പലപ്പോഴും നമുക്ക് പേരൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണമായിരുന്നു, കാരണം പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. പുതുമയല്ല എന്ന് വെച്ചാല് കുട്ടികളെ കൂടെ കളിക്കാനും ഇഷ്ടം. കഴിഞ്ഞ വർഷം ക്രിസ്മസിൽ ഞാൻ എന്നെ അപ്പൂപ്പനെ കെട്ടി കളിച്ചത് ഇഷ്ടം, അത് അത്രേ ഉള്ളൂ. ടീച്ചറിന് അങ്ങനെ ഒരു ഹോൾഡും ഇല്ല അല്ലെ? ഒരു അങ്ങനത്തെ ഒരു ഹോൾഡ് പാടില്ല. ശരിക്കും മനസ്സിൽ എന്താണോ അത് കാണിക്കുന്ന ആളാണ് ടീച്ചർ. അതിന് ഇനി ആര് ടീച്ചർ ഈ വീഡിയോ വന്നതിനപ്പം ആൾക്കാരും കളിയാക്കിയിരുന്നു ടീച്ചർ? ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ അതിന്റെ തലേന്നാള് 14-ാം തീയതിയാണ് ശിശുദിനം. 13-ാം തീയതി രാത്രി പിന്നെ എനിക്ക് നല്ല സുഖമില്ല, പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനിയൊന്നും കണക്കാക്കാതെ ഞാൻ ഇത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ 1 മണിയാകുമ്പോൾ എനിക്ക് തീരെ വയ്യ. എൻ്റെ ആങ്ങളേനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് വന്ന് ഒരു ഗുളികയും കഴിച്ച് പിന്നെ ഉറക്കം വരുന്നില്ല. എന്തായാലും എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ മക്കൾ നിൽക്കുന്നത്. അവർക്കറിയാം ഉഷ ടീച്ചർ എന്തെങ്കിലും ഒപ്പിക്കും. അപ്പൊ അവര് തലേനാളെ ചോദിച്ചിന് ഉഷ ടീച്ചറെ ഒന്നുമില്ല നമുക്ക് നാളെ. ഞാൻ പറഞ്ഞു ഉഷ ടീച്ചർ ഇല്ല ഇവിടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് രാത്രി ഞാൻ സുഖില്ലാതെ വന്നിട്ട് ആ ഉറക്കം വരുന്നില്ല, വരികൾ തട്ടിക്കൂട്ടി. എന്തായാലും ഞാൻ പഠിച്ച സ്കൂളാണത്, ഞാൻ പഠിച്ചു വളർന്ന സ്കൂളാണ്, ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത് അവിടെ തന്നെ. അപ്പം എൻ്റെ മക്കളാണ് എൻ്റെ മുമ്പിലുള്ളത്, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ മുമ്പിൽ ആ പുസ്തകം പിടിച്ചിട്ട് എന്തായാലും അങ്ങനെ പാടിക്കളിച്ചു. ഇങ്ങനെ നമുക്കൊക്കെ എന്ന് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മുടെ മുമ്പില് ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ആ വിചാരം ഇല്ലാതെ മുമ്പോട്ട് പോകണം ടീച്ചറെ. എന്റെ വീഡിയോ കണ്ട് ഒരുപാട് കുഞ്ഞു മക്കളുടെ നാവിൻ തുമ്പത്ത് എന്റെ വരികൾ പാടുന്നുണ്ടാവും. അവർക്ക് എന്നെ മനസ്സിലാവും. ആ കുഞ്ഞു മക്കൾക്കേ എന്റെ മനസ്സ് കാണാൻ പറ്റൂ. അല്ലാതെ ഉയരക്കുറവും ഈ തടിയും വെച്ച് എല്ലാവരും അത് നോക്കുമ്പോൾ അതൊരു ആക്ഷേപം തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ മുമ്പിൽ കുഞ്ഞുമക്കൾ മാത്രമേ ഉള്ളൂ, മറ്റാരും എൻ്റെ മുമ്പിലില്ല. ഇപ്പൊ അതാ കുഞ്ഞുമക്കൾ തന്നെ അത് കാണിച്ചു തരാം. അതെ, കളിയാക്കിയ കൂട്ടത്തിൽ നമ്മൾ ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ തന്ന മറുപടിയാണത്. തീർച്ചയായും ടീച്ചറെ ഒരു സെക്കൻഡിലേക്കെങ്കിലും നമ്മൾ അതിനെ തമാശയായി കണ്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് ആ കണ്ട എല്ലാവരുടെയും പേരിൽ. അതെ, ടീച്ചറിന്റെ മനസ്സ് മനസ്സിലാക്കണു. ടീച്ചർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ടീച്ചറെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരു പെർഫോമൻസ്. ശിശുദിനമെന്നാൽ ചാച്ചാജിയുടെ ജന്മദിനം ഓർക്കുക നമ്മൾ. ശിശുദിനമെന്നാൽ ചാച്ചാജിയുടെ ജന്മദിനം ഓർക്കുക നമ്മൾ. നെഹ്റുവിന്റെ മാതാവാരി സ്വരൂപനാണി മറക്കണ്ട. നെഹ്റുവിന്റെ പിതാവാരി മോത്തിലാൽ നെഹ്റു എന്നാണല്ലോ. മടിയനായി പൊട്ടനായി മാനം നോക്കി നടക്കാതിങ്ങനെ. മടിയനായി പൊട്ടനായി മാനം നോക്കി നടക്കാതിങ്ങനെ. ഒന്ന് ഉണർന്ന് പഠിച്ചിടണം, ഒന്ന് ഉണർന്ന് പഠിച്ചിടണം. ആധുനിക ഇന്ത്യയുടെ ശില്പിയാരി അതും നെഹ്റു തന്നെ, അതും നെഹ്റു തന്നെ. ഇന്ത്യൻ ആദ്യ പ്രധാനമന്ത്രി അതും നെഹ്റു തന്നെ, അതും നെഹ്റു തന്നെ. അറിവു നന്നായി വളരണമെങ്കിൽ വായന ഒന്ന് ഗതിയുള്ളല്ലോ. അറിവു നന്നായി വളരണമെങ്കിൽ വായന ഒന്ന് ഗതിയുള്ളല്ലോ. മൊബൈൽ ഗെയിം കളിച്ചു നടന്ന പൊട്ടക്കണ്ണു കൊണ്ട് നടക്ക. മൊബൈൽ ഗെയിം കളിച്ചു നടന്ന പൊട്ടക്കണ്ണു കൊണ്ടു നടക്ക. കുട്ടികളെയും
ഹൃദയത്തോട് ചേർത്തു പിടിച്ച ആ രാജ്യസ്നേഹിയെ വന്നിക്കുക നാം. ആ രാജ്യസ്നേഹി വന്നിക്കുക നാം. ഈ ഇരിക്കണേല് കുറെ പേർക്ക് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരും പറയുന്നതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരിപ്പുണ്ട് ഇതിനകത്ത്. ആ സാധാരണ നോംസ് വെച്ചിട്ട് ഇത്രയും മുടി വളർത്താൻ പറ്റില്ല, ആ മുടി കളർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും വോട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്ത ആൾക്കാരല്ലേ നിങ്ങളല്ലേ. അപ്പൊ ടീച്ചറിന് പറ്റിയ ഓഡിയൻസ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ചേട്ടാ ടീച്ചറെ, ആദ്യം തന്നെ ടീച്ചറെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ടീച്ചറിനെ പോലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായി ഉണ്ട് എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ടീച്ചറ് ഇപ്പൊ ആ സ്കൂളിന്റെ മാത്രം രത്നമല്ല, കോമഡി ഉത്സവത്തിന്റെ പ്രേക്ഷകരുടെ രത്നമായി മാറിയിരിക്കുകയാണ്. ആ സ്കൂളിൽ അത്രയും കുട്ടികളുണ്ട് ടീച്ചർ. ഇപ്പം നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷൻ ആദ്യം കണ്ടപ്പോൾ ഓർത്തു, നെഹ്റു ഇരുന്നെങ്കിൽ ഇപ്പോൾ ഈ ടീച്ചറിന് പ്രശ്നമായേനെ എന്നാണ് ആദ്യം ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടത്. പക്ഷേ നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ടീച്ചർ പാട്ടിലൂടെ തന്നെ അത് ഈ പറയുന്ന പോലെ ഒരു മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ പോലെ ആ തടസ്സമൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് ടീച്ചർ ആ നെഹ്റുവിനെ കുറിച്ചുള്ള പാട്ടുകൾ, ശിശുദിനത്തിൽ നമ്മൾ നെഹ്റുവിനെ ഓർക്കുന്ന പോലെ തന്നെ ഇനി എല്ലാ ശിശുദിനത്തിലും ടീച്ചറെ ഓർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാട്ട് സത്യം ഓരോ സ്കൂളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗോൾഡ് മെഡലായി മാറുകയാണ്. കാര്യം ഓരോ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചർമാർ പഠിപ്പിച്ച് വിടുന്ന ഓരോ നക്ഷത്രങ്ങളാണ് ഓരോ കുട്ടികൾ എന്ന് പറയുന്നത്. സത്യമായിട്ടും ആ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ കേരളത്തിൻ്റെ നക്ഷത്രങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്കൊരു ക്വാളിറ്റിയാണ്. എന്നാൽ ഈ വേദിയിൽ വന്ന് ഇന്ന് ഇവിടെ ഇങ്ങനെ പെർഫോം ചെയ്തു, യാതൊരു മടിയുമില്ലാതെ പെർഫോം ചെയ്തു. അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പ്രളയം ഉണ്ടായപ്പോൾ നമുക്ക് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പുച്ഛമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ നമുക്ക് താങ്ങും തണലുമായി നമ്മളെ സഹായിക്കാൻ ഓടിയെത്തിയ കുട്ടികളാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. കാര്യം അവർക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല, അവർക്കുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് പ്രകടിപ്പിക്കാൻ അറിയില്ല, പക്ഷേ അവരിങ്ങനെ കാണിക്കും. ആ ഒരു സ്നേഹം, ആ ഒരു ഓഡിയൻസ് ഉള്ള വേദിയിൽ തന്നെ ടീച്ചർ വന്നു. എന്തായാലും വളരെ സന്തോഷമായി ടീച്ചറെ. ഇനിയും ഇടയ്ക്ക് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വരിക. ഞങ്ങളും കുട്ടികളൊക്കെയാണ്, ഞങ്ങൾക്കും എന്തെങ്കിലും കോമഡി ഉത്സവത്തെക്കുറിച്ചൊരു പാട്ടുകൾ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി ഇവിടെ ഇടയ്ക്ക് ഒന്ന് പാടുക. അല്ലേ മതിനെ? ഉറപ്പായും അതേ പറയാനുള്ളൂ. ടീച്ചറിന് ഒരു പാട്ടും കൂടി ഉണ്ട്, പ്രജോട്ടൻ ചോദിച്ച സ്ഥിതിക്ക്. ആണോ? അല്ലേ? ഉണ്ടോ? ഒരു പാട്ടും കൂടി ഉണ്ട്. സന്തോഷം അല്ലേ വിജയേട്ടാ? ആ പാട്ടും കൂടി കേട്ടിട്ട് വിജയേട്ടൻ എന്റെ മുമ്പിൽ ഇപ്പൊ കുഞ്ഞുമക്കളേ ഉള്ളൂ, മറ്റാരുമില്ലാട്ടാ. ഉണർന്നു പാടൂ കൂട്ടരെ, ഉണർന്നു പാടൂ കൂട്ടരെ, അജ്ഞത നീക്കി അറിവു നേടാൻ ഓരോ പടവും കയറും നാം, ഓരോ പടവും കയറും നാം. ഉണർന്നു പാടൂ കൂട്ടരെ, ഉണർന്നു പാടൂ കൂട്ടരെ, അജ്ഞത നീക്കി അറിവു നേടാൻ ഓരോ പടവും കയറും നാം, ഓരോ പടവും കയറും നാം. കയ്യിൽ കിട്ടിയ സമ്പത്തല്ലോ ഓരോ നല്ല പുസ്തകവും വായിച്ചിടുക മനസ്സിരുത്തി, അജ്ഞത നീക്കി വളർന്നിടാൻ, അജ്ഞത നീക്കി വളർന്നിടാൻ. ഉണർന്നു പാടൂ കൂട്ടരെ, ഉണർന്നു പാടൂ കൂട്ടരെ, അജ്ഞത നീക്കി അറിവു നേടാൻ ഓരോ പടവും കയറും നാം, ഓരോ പടവും കയറും നാം. അറിവാണുലകിൽ സമ്പത്തെന്ന് അറിഞ്ഞിടുക കൂട്ടരെ, മാതൃഭാഷയെ മറന്നിടാതെ മലയാളത്തെ വാഴ്ത്തിടാം, മലയാളത്തെ വാഴ്ത്തിടാം. ഉണർന്നു പാടൂ കൂട്ടരെ, ഉണർന്നു പാടൂ കൂട്ടരെ, അജ്ഞത നീക്കി അറിവു നേടാൻ ഓരോ പടവും കയറും നാം, ഓരോ പടവും കയറും നാം. വിജയേട്ടാ, നമ്മളെ ടീച്ചറിനെ കുറിച്ച്. പക്ഷെ ടീച്ചറെ
പൊളിച്ചടിക്കേട്ടാ. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ടീച്ചറേ, ഇത്രയധികം മക്കളെ സ്നേഹിക്കുന്നത് സ്വന്തം അമ്മമാര് മാത്രമേ ഉള്ളൂ. സത്യമായിട്ടും ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര ഇഷ്ടമായി. കാരണം വേറെ ഒന്നല്ല, ഇനി ടീച്ചർ ഒരു കാര്യം പറയാ, ആ വീഡിയോയുടെ അടിയിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കേണ്ട. അത്രക്ക് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം ടീച്ചറെ. കാരണം എൻ്റെ സ്കൂളിലേക്ക് വരുന്നത് സാധാരണക്കാരുടെ മക്കളാണ്. അവര് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഉറുമ്പുകള്, ഗോതമ്പ് മണികൾ, അരിമണികളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങളെ കണ്ടിട്ടില്ലേ? അതുപോലെ കഷ്ടപ്പെട്ട് മക്കളെ സ്കൂളിലയക്കാൻ ഒരുപാട് വണ്ടിക്കൂലിയൊക്കെ കൊടുത്തിട്ട് എത്രയോ ദൂരത്തുനിന്ന് ഉഷ ടീച്ചർ ക്ലാസ്സിലേക്ക് മക്കൾ വരുന്നുണ്ട്. അപ്പൊ ആ മക്കളെ അവരെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്താണ്. എന്തായാലും ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് ഇനിയും പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ, നമുക്കും കുറച്ച് പോസിറ്റീവ് എനർജി ഇവിടെ കിട്ടി, അതുപോലെ ഇനി ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ടീച്ചർ ഇനിയും ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടീച്ചർ. എന്തായാലും ഒറ്റയ്ക്ക് പോലെന്നറിയാം, കുട്ടികളെയും കൊണ്ട് പോകണം കേട്ടോ വണ്ടർലയിൽ കേട്ടാ. പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാനിത് കളിച്ചേക്കാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ആ കുട്ടികളുടെ ഒരു പാട്ടും കൂടി വേണം. ഓക്കെ, എല്ലാരും കൂടി ചേർന്ന് പാടുമല്ലേ? ഓക്കെ. എന്റെ മുമ്പിൽ കുഞ്ഞു മക്കളെ മാത്രമേ ഉള്ളൂ, മക്കളല്ല നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ നാട്ടുമാവിൻ ചോട്ടിലിരുന്ന് കുട്ടിയൊന്നു വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ 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 വന്നാട്ടെ. നാട്ടുമാവിൻ ചോട്ടിലിരുന്ന് കുട്ടിയൊന്നു വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ 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 വന്നാട്ടെ. കൂട്ടുകാരെ 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 വന്നാട്ടെ. വിദ്യയൊന്ന് നേടണമെങ്കിൽ സ്കൂളിൽ പോകണം. വിദ്യയൊന്ന് നേടണമെങ്കിൽ എന്നും സ്കൂളിൽ പോകണം. അക്ഷരങ്ങൾ മനസ്സിലുറക്കാൻ എഴുതി എഴുതി പഠിക്കണം. അക്ഷരങ്ങൾ മനസ്സിലുറക്കാൻ എഴുതി എഴുതി പഠിക്കണം. നാട്ടുമാവിൻ ചോട്ടിലിരുന്ന് കുട്ടിയൊന്നു വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടുകാർ വന്നാട്ടെ. ഗണിതമാണ് ചെയ്യുന്നതെങ്കിൽ ഗണിതമാണ് ചെയ്യുന്നതെങ്കിൽ ഹരിച്ചും ഗുണിച്ചും പഠിക്കണം. പഠിച്ചിടാതെ ഗുണന പട്ടിക ആസ്വദിച്ചു പഠിക്കണം. പഠിച്ചിടാതെ ഗുണന പട്ടിക ആസ്വദിച്ചു പഠിക്കണം. നാട്ടുമാവിൻ തോട്ടിലിരുന്ന് കുട്ടിയൊന്നു വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ 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 വന്നാട്ടെ. ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ഡിക്ഷണറി വെച്ച് പഠിക്കണം. അർത്ഥമുള്ള വാക്കുകളെല്ലാം മനഃപാഠമായി വെക്കണം. അർത്ഥമുള്ള വാക്കുകളെല്ലാം മനഃപാഠമായി വെക്കണം. നാട്ടുമാവിൻ ചോട്ടിലിരുന്ന് കുട്ടിയൊന്നു വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ 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 വന്നാട്ടെ. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ടീച്ചർ നൽകുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. സമൂഹം എന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കേണ്ട. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അടുത്ത ഉത്സവത്തിന് കാണുക.